കായംകുളത്ത് ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് തീപിടിച്ചു. ദേശീയപാതയിൽ MSM കോളേജിന് സമീപമാണ് സംഭവം. കരുനാഗപ്പള്ളിയിൽ നിന്ന് തോപ്പുംപടിക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. തീ പടരുന്നത് കണ്ട് യാത്രക്കാരെ പുറത്തിറക്കിയതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. തീയണക്കാനുള്ള ശ്രമം തുടരുകയാണ്. ലെവിൻ കെ വിജയൻ നമ്മോടൊപ്പം. ലെവിൻ, ഒരു ബസ് ഇങ്ങനെ തീപിടിച്ച് കത്തുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്ര വലിയൊരു തീപിടുത്തത്തിന്റെ കാരണം എന്താണ്? തീപിടുത്തത്തിന്റെ കാരണം ഇനിയും വ്യക്തമായിട്ടില്ല. രാവിലെ 9:15 കൂടിയാണ് കരുനാഗപ്പള്ളിയിൽ നിന്നും പുറപ്പെട്ട നിരവധി യാത്രക്കാരുണ്ടായിരുന്നു ബസ്സിൽ. തോപ്പുംപടിക്ക് പുറപ്പെട്ട ബസ് കായംകുളത്ത് ദേശീയപാതയ്ക്കരികിൽ MSM കോളേജിന് മുൻവശത്ത് വെച്ച് ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്തിയതിന് പിന്നാലെ തീ പിടിക്കുന്നത്. ബസ്സിൽ നിന്നും പ്രത്യേക ഗന്ധവും പുകയും ഉയരുന്നത് കണ്ട് ഡ്രൈവർ യാത്രക്കാരോട് പുറത്തേക്ക് ഇറങ്ങാൻ ആവശ്യപ്പെട്ടു. യാത്രക്കാർ മുഴുവനായും പുറത്തിറങ്ങിയതിനു ശേഷം നിമിഷങ്ങൾക്കകം തീ ആളിപ്പടർന്ന് പിടിക്കുകയായിരുന്നു. ബസ് തീ പിടിച്ചതിന് പിന്നാലെ ആളിപ്പടരുകയും പൂർണ്ണമായ തോതിൽ കത്തി നശിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ദൃക്സാക്ഷികളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഫയർഫോഴ്സും പോലീസും മറ്റും സ്ഥലത്തേക്ക് എത്തുന്ന സമയത്ത് ബസ് പൂർണ്ണമായും കത്തി നശിച്ചു നിലയിലാണ് ഇപ്പോഴുള്ളത്. തീപിടുത്തത്തിന്റെ കാരണത്തെക്കുറിച്ച് ഇനിയും വ്യക്തത വന്നിട്ടില്ല. ഡ്രൈവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ കരുനാഗപ്പള്ളിയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് മണിക്കൂറുകൾക്കകം തന്നെ ബസ്സിൽ നിന്നും ഇത്തരത്തിലൊരു ഗന്ധം ഉയർന്നിരുന്നു. അതിനുശേഷമാണ് ഈ MSM കോളേജിന് മുന്നിലെത്തിയപ്പോൾ ഗന്ധം രൂക്ഷമായതിന് പിന്നാലെ ഇദ്ദേഹം യാത്രക്കാരോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെടുകയും പിന്നാലെ പുക ഉയർന്നു വരികയും ബസ്സിന് തീ പിടിക്കുകയുമായിരുന്നു. ഏതായാലും നിരവധി യാത്രക്കാരുമായിട്ടാണ് ബസ് വന്നത്. ഡ്രൈവറുടെ അവസരോചിതമായ ഇടപെടലിനെ തുടർന്ന് ആർക്കും പരിക്കേറ്റിട്ടില്ല. നിലവിൽ ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ബസ് തീ അണയ്ക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നികേഷ്, അതാണ് ഇത്. ഏത് മെയ്ക്കാണ് ബസ്, എന്താണ് KSRTCയുടെ കാര്യത്തിലുള്ള വിശദീകരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനിരിക്കുന്നതേ ഉള്ളൂ. എങ്കിൽ തന്നെയും സീറ്റടക്കം കത്തിപ്പിടിക്കണമെങ്കിൽ ഒരു ഭാഗത്തു നിന്ന് മാത്രം തീ ആളിപ്പടർന്നാൽ പോരാ. സാധാരണഗതിയിൽ വേണമെങ്കിൽ അങ്ങനെയും ആകാം എന്നുള്ളതാണ്. ഇതിനകത്ത് ഏതെങ്കിലും ദുരൂഹതയുള്ളതായി സംശയിക്കുന്നുണ്ടോ? നികേഷ്, ഈ ഘട്ടത്തിൽ അത്തരം വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല. ദുരൂഹത ഉള്ളതായി ഡ്രൈവറുടെ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചിട്ടില്ല. ദീർഘദൂര യാത്ര സ്ഥിരമായി നടത്തുന്ന ബസ്സാണ്. അതുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ ബസ്സിന് കേടുപാടുകൾ മറ്റും സംഭവിച്ചിട്ടുണ്ടോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നതടക്കം ഇനിയും പരിശോധിക്കേണ്ടതുണ്ട്. പ്രാഥമിക നിഗമനം ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നുള്ള തീപിടുത്തമാണെന്നുള്ളതാണ് ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും ഒക്കെ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വിശദമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണ്ടിവരും എന്ന് തന്നെയാണ് ഫയർഫോഴ്സ് അധികാരികളും നൽകുന്ന വിവരം. ഇത്ര വേഗത്തിൽ ഒരു ബസ് പൂർണ്ണമായും തീപിടിച്ച് കത്തി അമരുന്ന ഒരു സാഹചര്യം അടുത്ത കാലത്ത് നമ്മൾ കേട്ടിട്ടില്ല. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിട്ടുമില്ല. എന്തുകൊണ്ടാണ് ഇത്രയും വേഗത്തിൽ തീ പിടിച്ച് ബസ് പൂർണ്ണമായും കത്തി നശിക്കാൻ ഇടയായ സാഹചര്യം എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. നിമിഷങ്ങൾക്കകം തന്നെ 9:15 ബസ്സിൽ തീ വളർന്ന് ഏകദേശം 15 മിനിറ്റിനുള്ളിൽ തന്നെ ബസ് പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് എത്തിയത്. ഇതിന് പിന്നിലുള്ള കാരണങ്ങൾ കണ്ടെത്താൻ വിശദമായ അന്വേഷണം വേണമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും ആർക്കും അപകടമില്ല എന്നുള്ളത് ആശ്വാസമുണ്ടാക്കുന്ന കാര്യമാണ്. ആർക്കും പരിക്കില്ല എന്നുള്ളതും പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യമാണ്. ഡ്രൈവറും കണ്ടക്ടറും നടത്തിയ അവസരോചിതമായ ഇടപെടലിനെ തുടർന്നാണ് വലിയൊരു ദുരന്തം ഒഴിവായതെന്ന് വേണം നമുക്ക് പറയാൻ. നികേഷ്, നിറയെ ആളുകളുണ്ടായി എന്ന് നേരത്തെ ലെവിൻ പറഞ്ഞു. ഒപ്പം തന്നെ ഒരുപക്ഷെ കായംകുളത്ത് നഗരമധ്യത്തിലാണിത് സംഭവിക്കുന്നത്. തൊട്ടടുത്ത് ഒരു കെട്ടിടത്തിൽ നിന്ന് ആളുകൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഓഫീസുകളൊക്കെ അടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ വലിയ ആൾക്കൂട്ടത്തിനിടയിൽ നിറയെ ആളുകളുള്ള ബസ്സാണ് കത്തിയത്. അതെ, തീർച്ചയായും നമുക്ക് ലഭ്യമായിരിക്കുന്ന ദൃശ്യങ്ങൾ അത്തരത്തിലാണ്. ബസ്സിന് ചുറ്റുപാടും നിന്ന് ചിത്രീകരിക്കുന്നതും ഈ ദേശീയപാതയ്ക്കരികിലുള്ള കെട്ടിടങ്ങൾക്ക് മുകളിൽ നിന്നും ചിത്രീകരിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നിരവധി ആളുകൾ നോക്കി നിൽക്കുകയാണ് ഇത്തരം ഒരു അപകടം സംഭവിക്കുന്നത്. വലിയ ദുരന്തം ആണ് ഒഴിവായത്. നാട്ടുകാർക്കും കാര്യമായുള്ള ഇടപെടൽ ഈ ബസ്സിന് കത്തുന്ന ഒരു സമയത്ത് നടത്താനായില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം നിമിഷങ്ങൾക്കകം തന്നെ ഇത്തരം ഒരു ബസ് കത്തി നശിക്കുകയാണ് ഉണ്ടായത്. KSRTCയുടെ ദീർഘദൂരം ഓടുന്ന കരുനാഗപ്പള്ളി തോപ്പുംപടി ബസ്സാണ്. നിരവധി ഓഫീസ് സമയമായതുകൊണ്ട് നിരവധി യാത്രക്കാരാണ് ബസ്സിലുണ്ടായത്. പക്ഷേ ഈ കൃത്യസമയത്തുള്ള ഇടപെടൽ കൊണ്ട്, ഡ്രൈവറും കണ്ടക്ടറും നടത്തിയ ഇടപെടൽ കൊണ്ട് അപകടം ഉണ്ടായില്ല. രാവിലെ 9:15 കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം കായംകുളം MSM കോളേജിന് മുന്നിൽ നടക്കുന്നത്. നികേഷ്, അവസാനമായി
ഇപ്പോൾ കത്തി അമർന്നത് തീ അണച്ചു അല്ലേ? അതാണ് എനിക്ക് അവസാന ദൃശ്യങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. അതെ, തീ അണയ്ക്കുന്ന ജോലികൾ ഫയർഫോഴ്സും മറ്റും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബസ് പൂർണ്ണമായും കത്തി അമർന്ന് നാശമായ സ്ഥിതിയിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിമിഷങ്ങൾക്കകം തന്നെ യാത്രക്കാരെ പുറത്തിറക്കിയതിന് പിന്നാലെ തന്നെ ബസ്സിൽ തീ ആളിപ്പടരുകയായിരുന്നു. അതിനുശേഷം നിമിഷങ്ങൾക്കകമാണ് ഇത്തരത്തിൽ പൂർണ്ണമായും ബസ് കത്തി അമർന്നിരിക്കുന്നത്. ഫയർഫോഴ്സും നാട്ടുകാരും മറ്റും സ്ഥലത്ത് ഇപ്പോഴും ഉണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ബസ്സിലെ ബാക്കിയുള്ള ശേഷിക്കുന്ന ഭാഗങ്ങളിൽ തീ അണയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇത് സംബന്ധിച്ച് കായംകുളം നഗരസഭ ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവർ വിശദമായ ഒരു പരിശോധന വേണമെന്നും അവർ ശരി, ലെവിൻ കെ വിജയൻ, ആവശ്യപ്പെട്ടു. ഇതിന്റെ കാരണങ്ങൾ എന്താണ് എന്ന് അല്പസമയത്തിനകം നമുക്ക് അറിയാൻ സാധിക്കും. ലെവിൻ കെ വിജയനുമായി ഞാൻ കൂടുതൽ വിവരങ്ങൾ അടുത്ത ബുള്ളറ്റിനിൽ എടുക്കുന്നതായിരിക്കും.